നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കയറി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മടവൂർ LP സ്കൂൾ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദു. അപകടം കുട്ടിയുടെ വീടിന് മുന്നിൽ. ബോബി ചെമ്മണ്ണൂരിന്റെ അഴിയെണ്ണൽ തുടരും. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചയെ പരിഗണിക്കൂ. ഒരു കമന്റും നടത്താതെ ജയിലിൽ സുരക്ഷിതമായിരിക്കൂ എന്ന് കോടതി. ബോബിയുടെ സ്ഥാപനങ്ങൾക്കെതിരായ അന്വേഷണം ശക്തമാക്കാൻ ED. ജീവനാം കൂട്ടുകാരി സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരി പോകരുതേ നീ മറയരുതേ എന്നെ തനിച്ചാക്കിയകലരുതേ. പ്രിയ ഭാവഗായകന് മലയാളം വിട പറയുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. പൊതുദർശനം തുടരുന്നു. സംസ്കാരം നാളെ. DCC ട്രഷററുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. ഒളിവിൽ പോയിട്ടില്ലെന്ന് IC ബാലകൃഷ്ണൻ. കോഴിക്കോട് കാണാതായ ഡ്രൈവറെയും ഭാര്യയെയും കണ്ടെത്തിയത് ഗുരുവായൂരിൽ നിന്ന്. പോലീസിനെതിരായ രജിത് കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഇരുവരെയും കാണാതായത് മാമി തിരോധാന കേസിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെ. വീട് ജപ്തി ചെയ്യാനെത്തിയവർക്ക് മുന്നിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി യുവതി. 80% പൊള്ളലേറ്റ് പട്ടാമ്പി സ്വദേശി. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ നടപടികൾ തടഞ്ഞ തഹസിൽദാർ. ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം. സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം മടവൂർ ചാലിലാണ് സംഭവമുണ്ടായത്. മടവൂർ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, വളരെ ദുഃഖകരമായ ഒരു വാർത്ത. വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അത് ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴുണ്ടായ അപകടത്തിൽ സ്വന്തം സ്കൂളിലെ വന്നിറങ്ങിയ സ്കൂൾ ബസ് ഇടിച്ച് മരണം സംഭവിക്കുന്ന ദാരുണമായ വിഷയം. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നത്? രണിക, കഴിഞ്ഞ ഏതാനും നാളുകളായി തുടർച്ചയായി വാഹന അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് ഏറെ വേദനയോടെയാണ് കേരളം കേട്ടിരുന്നത്. ആ പട്ടികയിലേക്ക് ഒരു കൊച്ചു കുഞ്ഞുകൂടി ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ മടവൂർ ചാലിയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സ്കൂൾ, അതായത് അവിടുത്തെ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഈ സ്കൂൾ ബസ്സിലെത്തി വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ വാഹനത്തെ മറികടന്ന് വീടിൻ്റെ ഗേറ്റിന് സമീപത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി താഴെ വീണു. ആ കാൽ വഴുതി താഴെ വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ഈ സ്കൂൾ ബസ്സിൻ്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. തൽക്ഷണം തന്നെ കുട്ടിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ഉടൻ തന്നെ പാരിപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് അവരെ ഈ കുട്ടിയെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ദാരുണമായൊരു സംഭവമാണ് മടവൂരിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. കഴിഞ്ഞ തുടർച്ചയായി ഈ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് വലിയ തരത്തിൽ മലയാളികളെ വേദനയിലാഴ്ത്തുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് സമാനമായ തരത്തിൽ ഒരു അശ്രദ്ധ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതായത് ഈ കുട്ടി വാഹനത്തെ മറികടന്ന് വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ കാണാതിരുന്നതാണോ, അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയാണോ ഇങ്ങനൊരു അപകടത്തിലേക്ക് നയിച്ചത്, അതോ ഈ കുട്ടി പെട്ടെന്ന് എടുത്ത് ചാടുകയും ഈ കാര്യത്തിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സാധാരണയായി സമാനമായ തരത്തിൽ വാഹനം
വീടിൻ്റെ മുൻപിൽ നിർത്തുകയും വാഹനത്തിൽ നിന്ന് കുട്ടി ഇറങ്ങി വീട്ടിലേക്ക് പോവുകയുമാണ് പതിവ്. ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് റോഡ്. ആ റോഡിൽ എന്നത്തെയും പോലെ തന്നെ ഈ കുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഗേറ്റിന് മുൻവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാൽ വഴുതി താഴെ വീഴുകയും ഈ പെട്ടെന്ന് മുൻപോട്ടെടുത്ത വാഹനത്തിൻ്റെ പിൻചക്രത്തിനിടയിൽ കുടുങ്ങി ഈ കൃഷ്ണേന്ദു എന്ന 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ബസ്സിൽ ആയുണ്ടായിരുന്നോ? ഈ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച് നമുക്ക് കൂടുതലായി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഡ്രൈവറുടെ അശ്രദ്ധ ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നതാണോ പ്രാഥമികമായി മനസ്സിലാകുന്നത്? നമുക്ക് അങ്ങനെയുള്ള നിഗമനങ്ങളിലേക്കൊന്നും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ. അത് സംബന്ധിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ കൈവരേണ്ടതുണ്ട്. കാരണം ഈ സാധാരണയായി വാഹനത്തിൽ കുട്ടികളുമായി അവരെ വീടുകളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി പോകുന്ന വാഹനത്തിൽ ആയമാർ ഉള്ളത് പതിവാണ്. അതിനപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിൽ, അതായത് അശ്രദ്ധ സംഭവിച്ചത് മൂലമുണ്ടായ അപകടമാണോ, അതിനപ്പുറത്തേക്ക് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? ഈ കുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് പോയി അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഡ്രൈവർ കാണാതെ പോയത് തന്നെയാണോ ഈ അപകടത്തിന് വഴിവെച്ചത്? ഈ കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് പോലീസ് വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ, കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ മാത്രമേ ഈ കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ. പതിവായി ഇതേ സ്ഥലത്ത് തന്നെയാണ് കൃഷ്ണേന്ദുവിനെ ഈ വാഹനത്തിൽ ഇറക്കിയതിനു ശേഷം കുട്ടി വീട്ടിലേക്ക് നടന്നു കയറിയതിനു ശേഷമാണ് വാഹനം അവിടെ നിന്ന് മുൻപോട്ടെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ മുൻപോട്ട് എടുക്കുന്നതിൽ സംഭവിച്ച എന്തെങ്കിലും തരത്തിൽ, അതായത് ഈ കുട്ടി മുമ്പോട്ട് നടന്നു പോകുമ്പോൾ കാൽ വഴുതി വീണത് ഈ ഡ്രൈവർ കാണാതെ പോയതാണോ ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വാഹനത്തിൽ നിന്ന് ആ കുട്ടി മുമ്പോട്ടിറങ്ങി അവിടെ നിന്ന് വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി പൊടുന്നനെ താഴേക്ക് വീഴുകയായിരുന്നു. അതിനിടയിൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനം മുമ്പോട്ടെടുക്കുകയും അതിൻ്റെ പിൻചക്രം കൃഷ്ണേന്ദുവിൻ്റെ തലയിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ രക്തത്തിൽ കുളിച്ച നിലയിൽ കൃഷ്ണേന്ദുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പാരിപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അത്ര മാരകമായ തരത്തിൽ പരിക്കേറ്റാണ് ഈ 7 വയസ്സുകാരി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക്, പാരിപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്മൾ ദൃശ്യങ്ങളാണ് കാണുന്നത്, അപകടം നടന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു എന്ന കുഞ്ഞിൻ്റെ വീടും ഈ ദൃശ്യങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് അധികം തിരക്കൊന്നുമുള്ള ഒരു റോഡല്ല, അത്യാവശ്യം വീതിയുള്ള റോഡുമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഡാൻ നമുക്ക് ഈ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രേണുക, ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ റോഡിൽ നിന്ന് അല്പദൂരം മാത്രമാണ് വീടിനുള്ളിലേക്കുള്ളത്. ഇപ്പോൾ കാണുന്ന സ്ഥലത്ത്, അതായത് ആ ഇലകൾ, അതായത് ആ പച്ചിലകൾ വീണ് ഇട്ടിരിക്കുന്നത്, അതായത് ആ ഇലകൾ ആ റോഡിൽ കിടക്കുന്ന സ്ഥലത്ത്, അവിടെയാണ് കൃത്യമായി ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണത്. അവിടെ നിന്നാണ് ഈ കുട്ടി വാഹനത്തെ മറികടന്ന് വലതുവശത്തുകൂടി വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി റോഡിൽ തന്നെ വീഴുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനം മുമ്പോട്ടെടുക്കുന്ന വാഹനത്തിന്റെ പിൻചക്രം കൃഷ്ണേന്ദുവിന്റെ തലയിലൂടെ കയറിയിറങ്ങി വലിയ ഗുരുതരമായി കുട്ടിക്ക് പരിക്കേൽക്കുന്നു. ഉടൻ തന്നെ പാരിപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിൽ ശ്രമമുണ്ടാകുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അവിടെ ഇറങ്ങി ആ കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടുന്ന പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? റോഡ് ക്രോസ് ചെയ്യേണ്ട റോഡിന്റെ ഭാഗത്തുകൂടി വീടിനകത്തേക്ക് എത്താനുള്ള ശ്രമത്തിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സംഭവിച്ച കാര്യം വളരെ വ്യക്തമാണ്. ഇടതുവശത്തു കൂടിയാണ് വാഹനത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നടന്ന് മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനത്തിന്റെ മുൻവശത്തു കൂടിയാണ് വീട്ടിലേക്ക് ഉള്ള വഴിയിലേക്ക് കുട്ടി നടന്നു പോകുന്നത്. അങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് കാല് വഴുതി അപ്രതീക്ഷിതമായി താഴെ വീഴുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനം മുമ്പോട്ടെടുക്കുകയും അങ്ങനെ മുമ്പോട്ടെടുത്ത വാഹനത്തിന്റെ വലതുവശത്തുള്ള പിൻചക്രം ഈ കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു
എന്നാണ് നമുക്ക് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായി സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും വാഹനം തലയിലൂടെ ഈ പിൻചക്രം കയറി ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം എന്നാണ് അവർ പറയുന്നത്. പാരിപ്പള്ളി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്നത്. വളരെ ദുഃഖകരമാണ്. സ്വന്തം വീടിന് മുന്നിൽ വീട്ടിലേക്ക് എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു അപകടം, കുഞ്ഞിൻ്റെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു അപകടം അവിടെ സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത. തിരുവനന്തപുരത്ത് മടവൂരിലാണ് ഈ സംഭവം. തൃശൂരിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പള്ളൂക്കര സ്വദേശി ജോർജ് മാതിരപ്പിള്ളിയാണ് മരിച്ചത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. ലോറി സ്കൂട്ടറിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനുമായി വാഹനം ഏറെ ദൂരം മുന്നിലേക്ക് പോയി. കണ്ണൂരിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയത് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിൽ ബസ് തട്ടിയായിരുന്നു അപകടമെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സ്ഥലം ഇല്ല എന്നിരിക്കെയാണ് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. റോഡിൽ തെന്നി വീണ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങിയായിരുന്നു മരണം എന്ന ആദ്യ വിവരം പുറത്തുവന്നത്. പാപ്പിനിശ്ശേരിയിൽ ഇന്നലെയുണ്ടായ അപകടത്തിലാണ് കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി ആകാശ് മരിച്ചത്. ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. ഒരു കമന്റ് നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കൂ എന്ന് കോടതി പറഞ്ഞു. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും ആരാഞ്ഞു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണിതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. തന്നെ തടഞ്ഞുവെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണ്. 24 മണിക്കൂറിലധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. തന്നെ ഇരുട്ടിൽ നിർത്തുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവെന്നും ഹർജിയിൽ പറയുന്നു. ഒരു കമന്റും നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പരിഹസിച്ച കോടതി മറുപടി പറയാൻ പോലീസിന് സമയം നൽകി. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. ന്യൂസ് 18 കൊച്ചി. ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ശക്തമാക്കാൻ ഇഡി. ഫിജി കാർഡ്, ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഫിജി കാർഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയതായി ഇഡിക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഭാവഗായകന് അന്ത്യാഞ്ജലി. ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാടും. ഭാവഗായകന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. കേരള സംഗീത അക്കാദമി ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ജയചന്ദ്രന് നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. നടന്മാരായ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാരംഗത്തെ പ്രമുഖരും തൃശൂരിലെത്തി. സംസ്ഥാന ബഹുമതികളോടെ നാളെ പറവൂർ പാലിയത്തെ കുടുംബ വീട്ടിലെ വളപ്പിൽ സംസ്കാരം നടക്കും. മലയാളികൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ പാടി മറഞ്ഞിരിക്കുന്നു. അസുഖങ്ങളിൽ നിന്ന് തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് കേരള സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് പൊതുദർശനത്തിന് എത്തിയപ്പോൾ അവിടെയും വലിയ ജനാവലി കാത്തുനിന്നു. ജയചന്ദ്രൻ ആലപിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് പൊതുദർശനം നടന്നത്. മമ്മൂട്ടി, ബിജു മേനോൻ, മനോജ് കെ ജയൻ, MG ശ്രീകുമാർ തുടങ്ങി കലാ, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. ഒരു വലിയ ചരിത്രം അവസാനിക്കുകയാണ്.
കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു, വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നവർ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറുകയാണ്. കവി അല്ലെങ്കിൽ എഴുതിയ ആൾ എന്തുദ്ദേശിക്കുന്നു അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഗാനത്തെ മനസ്സിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ആന്തരികമായ ശക്തിയുള്ള ശബ്ദമാണ് ജയേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചാലും മലയാളികൾ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാള ഭാഷ അറിയുന്നവരെല്ലാം ജയേട്ടനെ ഒരിക്കലും മറക്കില്ല. നാളെ പാലിയത്തേക്കുള്ള അവസാന യാത്രയിൽ ഇരിങ്ങാലക്കുടയിൽ കുറച്ചു സമയം അന്ത്യോപചാരമർപ്പിക്കാൻ വാഹനം നിർത്തും. സംസ്ഥാന ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം. സംസ്ഥാന പ്രോട്ടോകോൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ ചടങ്ങുകൾ കൂടി അവസാനമായിട്ട് നിർവഹിക്കും. ആശുപത്രിയിൽ നിന്ന് കുടുംബാംഗങ്ങളും മുൻ മന്ത്രി VS സുനിൽകുമാറും ജയരാജ് വാര്യരും ചേർന്നായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. നാളെ രാവിലെ 8 വരെ വീട്ടിൽ പൊതുദർശനം തുടരും. അതിനുശേഷം പറവൂർ പാലിയത്ത് തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ന്യൂസ് 18 തൃശൂർ. ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാടും. ഇടവേള. സാധാരണക്കാർക്കില്ലാത്ത വാർത്തകൾ തുടരുന്നു. താൻ ദൈവമല്ല മനുഷ്യനാണെന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുന്നതിന് മുൻപ് പുറത്തുവന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിലാണ് ഇക്കാര്യം പറയുന്നത്. 2 മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി തന്റെ കുട്ടിക്കാലം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രവേശനം, തിരിച്ചടികൾ, സമ്മർദ്ദം കൈകാര്യം ചെയ്യൽ, നയതന്ത്രം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. തുറന്ന് സംസാരിച്ച തന്റെ ആദ്യ പോഡ്കാസ്റ്റാണിതെന്ന് പ്രധാനമന്ത്രി തന്നെ അഭിപ്രായപ്പെട്ടു. गलतियां होती होगी, मुझसे भी होती होगी, मैं भी मनुष्य हूं, मैं कोई देवता थोड़ा हूं, तो मनुष्य हूं तो गलती होती है. बद इरादे से गलत नहीं करूंगा, ये मेरे मन का रहा है. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു കോടതി. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ 1-ാം പ്രതിയാക്കി കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ച വയനാട് പ്രിൻസിപ്പൽ സെഷൻ കോടതി 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകി. 15-ാം തീയതി കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. ഇതോടെ ഇവർ ഒളിവിൽ പോയതായുള്ള അഭ്യൂഹം ശക്തമായി. എന്നാൽ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടില്ലെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ ആരോപണ വിധേയരായിട്ടും ഇവരെ പ്രതിരോധിക്കാതെ ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുകയാണ്. സ്ഥലം MP പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ പ്രതികരിച്ചില്ല. ന്യൂസ് 18 വയനാട്. കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൃദംഗവിഷൻ പരിപാടിയുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയ ചർച്ചയ്ക്കിടെയാണ് കൌൺസിലിൽ വാക്പോരുണ്ടായത്. കൌൺസിലർക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന മേയറുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തം മേയർക്കാണെന്ന് ദീപ്തി മേരി വർഗീസും, ദീപ്തിയാണ് അപകടം നടന്ന സ്ഥലത്തിന്റെ കൌൺസിലറെന്ന് മേയറും തിരിച്ചടിച്ചു. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രായോഗികമല്ലെന്ന് മേയർ വ്യക്തമാക്കി. വീട് ജപ്തി ചെയ്യാനെത്തിയതിനെ തുടർന്ന് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പട്ടാമ്പി കീഴായൂരിലാണ് സംഭവം. പൊള്ളലേറ്റ കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ജപ്തി നടപടികളുമായി ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം.
ജപ്തി നടപടികൾക്കിടെ വീടിനുള്ളിൽ നിന്നും ജയ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് ആളുകൾ ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. 50% പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2015 ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപയാണ് വായ്പയെടുത്തത്. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ 2022 കാലഘട്ടത്തിൽ കുടിശ്ശിക അടക്കം 4.25 ലക്ഷം രൂപയായി. തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വിവിധതരം ധനസഹായത്തിന് അർഹത ലഭിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്നും കേന്ദ്രത്തിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേശൻ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ കൂടി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നേരത്തെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശമനുസരിച്ചാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസ തീരുമാനത്തിലുള്ള ആക്ഷേപങ്ങൾ അമിക്കസ് ക്യൂറിയെ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പുനരധിവാസ വിഷയം അടുത്ത തവണ പരിഗണിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്നും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വിഭാഗീയതയ്ക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ താക്കീത്. പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം ജില്ലയിലെ നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണെന്ന് പിണറായി തുറന്നടിച്ചു. ഹരിപ്പാട് നടക്കുന്ന സമ്മേളനത്തിൽ മുതിർന്ന നേതാവ് G. സുധാകരൻ ക്ഷണമുണ്ടായിട്ടും പങ്കെടുത്തില്ല. ഞായറാഴ്ചയാണ് സമ്മേളനം അവസാനിക്കുക. കായംകുളം, ഹരിപ്പാട്, കുട്ടനാട്, അമ്പലപ്പുഴ എന്നിവിടങ്ങളിലെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ചൂണ്ടിക്കാട്ടിയാണ് വിഭാഗീയതക്കെതിരെ കർശനമായ താക്കീത് പിണറായി വിജയൻ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ നൽകിയത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സംഘടനാപരമായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോൽവി വിലയിരുത്താനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ആലപ്പുഴയിലെ ഒരു ഘടകവും ശ്രമിച്ചിട്ടില്ല എന്ന കുറ്റപ്പെടുത്തലും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു മുന്നറിയിപ്പ്. ഹരിപ്പാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ നിന്ന് ജില്ലയിലെ മുതിർന്ന നേതാവായ G. സുധാകരൻ വിട്ടുനിൽക്കുകയാണ്. 1975 ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആലപ്പുഴയിലെ ആദ്യ സമ്മേളനമാണ് ഹരിപ്പാട്ടേത്. പുന്നപ്രയിലെ വീട്ടിലുണ്ടായിട്ടും ജില്ലാ നേതൃത്വത്തോടുള്ള കടുത്ത അമർഷമാണ് പിണറായിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് സൂചന. അതേസമയം ഉദ്ഘാടന സെഷന് ശേഷം മടങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനായി എത്താതിരുന്നു എന്നതാണ് അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ജില്ലാ സെക്രട്ടറി R. നാസർ സുധാകരനെ നേരിട്ട് ക്ഷണിച്ചിരുന്നു. സമാപന സമ്മേളനത്തിലെ നോട്ടീസിലും G. സുധാകരന്റെ പേരുണ്ട്. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും നാളെയുമായി നടക്കും. ഞായറാഴ്ചയാണ് സമാപന സമ്മേളനം. ന്യൂസ് 18 ആലപ്പുഴ. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുന്ന ഇടപെടലായിരുന്നു ഗവർണർ നടത്തിയിരുന്നത്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UGC നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവകലാശാലകളുടെ തലപ്പത്ത് ഏത് ഫാക്ടറി ഉടമയ്ക്കും കയറിയിരിക്കാമെന്ന സ്ഥിതിയാകും ഇതുണ്ടാക്കുക. അത് അനുവദിക്കാനാകില്ല. അക്കാദമിക് മികവുള്ളവരാകണം സർവകലാശാല തലപ്പത്ത് വരേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NSS SNDP ബാന്ധവത്തിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചെന്നിത്തല. ദേശീയ ദളിത് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാകും പരിപാടി സംഘടിപ്പിക്കുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പിന്തുണയോടെ ആദ്യം SNDP, തൊട്ടു പിന്നാലെ മന്നം ജയന്തിക്ക് മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ച് NSS, ഒടുവിൽ ലീഗ് നേതൃത്വം. സാമുദായിക സംഘടനകളുടെയും മത നേതാക്കന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കം എന്തിനു വേണ്ടിയെന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പിൽ സജീവ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചെന്നിത്തലയുടെ അടുത്ത ശ്രമം.
വിവിധ സംഘടനകളിൽ നിന്നായി 5000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദളിത് കോൺക്ലേവാകും തലസ്ഥാനത്ത് നടക്കുക. ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ നേതാക്കളും കോൺക്ലേവിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. ചെന്നിത്തലയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ദളിത് കോൺക്ലേവിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. KPCC നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കരുത്തേറുമെന്ന വിലയിരുത്തലിലാണ് RC ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് നീട്ടി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന K. ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു. കൃഷിവകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ B. അശോക് IASന് കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നു. കുർബാന തർക്കം തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ബിഷപ്പ് ഹൌസിൽ വിമത വൈദികർ പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം തുടരുന്നതിനിടെയാണ് വിശ്വാസികൾ ഏറ്റുമുട്ടിയത്. പള്ളിയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. പ്രതിഷേധം നടത്തുന്ന 21 വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭാ സിനഡ് തീരുമാനം. എന്നാൽ നടപടി അംഗീകരിക്കില്ല എന്നതാണ് വൈദികരുടെ നിലപാട്. സന്നിധാനം ഭക്തിസാന്ദ്രം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവുണ്ട്. വൈകുന്നേരം 6 മണിവരെ 57,234 ഭക്തരാണ് മല കയറിയത്. ഇന്നലെ 87,000 ഭക്തരായിരുന്നു ദർശനത്തിനെത്തിയത്. നാളെ എരുമേലി പേട്ട തുള്ളൽ കഴിയുന്നതോടെ വൻ തിരക്കിലേക്ക് സന്നിധാനം മാറിയേക്കും. മകരവിളക്ക് മുന്നിൽ കണ്ട് സന്നിധാനത്ത് ഭക്തർ തമ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ അല്പസമയത്തിനകം ദീപാരാധന നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.